നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ കല്ലറ ഇന്ന് പൊളിക്കില്ല. കല്ലറ പൊളിച്ച മൃതദേഹം പുറത്തെടുക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. നിലവിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിശോധിച്ചതിന് ശേഷം മാത്രമേ കല്ലറ പൊളിക്കുന്ന നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കൂ. മരണത്തിലെ അസ്വാഭാവികത പുറത്തു കൊണ്ടുവരാൻ കല്ലറ പൊളിക്കാൻ തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. പ്രദേശത്തെ സാഹചര്യം പരിഗണിച്ച് പോലീസ് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും തുടർ നടപടി. കുടുംബത്തിന്റെ നീക്കവും പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. കോടതിയിൽ പോയി കല്ലറ പൊളിക്കുന്നത് തടയാനാണ് കുടുംബത്തിന്റെ ആലോചന. ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിജോ, ഇന്നലെ വലിയ പ്രതിഷേധവുമായൊക്കെ കുടുംബം രംഗത്തിറങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ പരിഗണിച്ച് തന്നെയല്ലേ ഇത്തരത്തിലൊരു തീരുമാനം? അനീഷ, ഇന്നലെ ഈ കല്ലറ പൊളിക്കുന്ന തീയതിയും സമയവും ഒക്കെ തീരുമാനിക്കുമെന്നുള്ള കാര്യമാണ് ജില്ലാ ഭരണകൂടം ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ വലിയ തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നം സ്ഥലത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് കല്ലറ പൊളിക്കുന്നതിനകത്ത് ഒരു അന്തിമ തീരുമാനം എടുക്കാതെ ജില്ലാ ഭരണകൂടം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് കല്ലറ പൊളിക്കുമെന്നുള്ള വിവരമാണ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നതെങ്കിൽ ഇന്ന് കല്ലറ പൊളിക്കില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം എടുത്തിരിക്കുന്ന തീരുമാനം. കാരണം സ്ഥലത്തെ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചതിന് ശേഷം മാത്രമായിരിക്കും കല്ലറ പൊളിക്കുന്ന കാര്യത്തിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കുകയുള്ളൂ. ഇതിന്റെ അസ്വാഭാവികത പുറത്തു കൊണ്ടുവരാനായിട്ട് കല്ലറ പൊളിക്കാനുള്ള തീരുമാനം ജില്ലാ ഭരണകൂടം എടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ച ഉത്തരവ് ജില്ലാ കളക്ടർ ഇടുകയും ചെയ്തതാണ്. അപ്പോൾ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ കല്ലറ പൊളിക്കുകയും ചെയ്യും. പക്ഷേ ഒരു ക്രമസമാധാന പ്രശ്നം സ്ഥലത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട്, രണ്ട് സമുദായമായി തിരിഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഒരു വിവാദത്തിലേക്കോ അല്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നത്തിലേക്കോ പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് ജില്ലാ ഭരണകൂടം വിലയിരുത്തുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നൽകുന്ന ഗ്രാസ് റൂട്ട് ലെവലിലുള്ള റിപ്പോർട്ടിന്റെ സാഹചര്യം കൂടി പരിഗണിച്ചായിരിക്കും കല്ലറ പൊളിക്കുന്ന കാര്യത്തിലേക്ക് പോലീസ് കടക്കുക. ഒരുപക്ഷെ ഇന്ന് കല്ലറ പൊളിക്കാതെ ആ സാഹചര്യം സ്ഥലത്തെയും കൃത്യമായിട്ടുള്ള സാഹചര്യം വിലയിരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും കല്ലറ പൊളിക്കുന്ന കാര്യത്തിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കുക. ഇത് സംബന്ധിച്ച് ഇനിയൊരു നോട്ടീസോ ഉത്തരവോ ജില്ലാ ഭരണകൂടം ഇറക്കില്ല. പക്ഷേ പോലീസ് നൽകുന്ന റിപ്പോർട്ട് കൂടി പരിഗണിച്ച് അതിനുശേഷം മാത്രമായിരിക്കും കല്ലറ പൊളിക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടക്കുക. അതേസമയം ഈ കുടുംബം നിയമപരമായിട്ട് കോടതിയിൽ പോകാനുള്ള സാധ്യതയും ജില്ലാ ഭരണകൂടം കാണുന്നുണ്ട്. പക്ഷേ ഈ കുടുംബം കോടതിയിലേക്ക് പോയാൽ അതിനുശേഷം കോടതി എന്ത് പറയുന്നു അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങാം എന്നുള്ള വിലയിരുത്തൽ കൂടി ജില്ലാ ഭരണകൂടത്തിനുണ്ട്. എന്തായാലും സ്ഥലത്തെ സാഹചര്യം പോലീസ് പരിശോധിച്ച് കൃത്യമായിട്ട് റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് നൽകും. അതിനുശേഷം മാത്രമായിരിക്കും ഈ വിവാദ കല്ലറ പൊളിക്കുക. അനീഷ.